Good morning. Okay. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാണ്. നമ്മൾ എന്താണ് പ്ലാന്റ് ലേ ഔട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ലേ ഔട്ട് ഓഫ് എ ഫാക്ടറി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് എ പ്ലാൻ ലേ ഔട്ട്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പ്ലാൻ ലേ ഔട്ട്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ലേ ഔട്ട് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേ ഔട്ട്സ്. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ലേ ഔട്ടിലെ ആദ്യത്തെ 2 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ്, സെക്കൻഡ് വൺ പ്രോസസ്, അല്ലേ? അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ലൈൻ ലേ ഔട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ലേ ഔട്ട് എന്നൊക്കെ പറയും. എന്താണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്നുള്ളതും അതിന്റെ സ്യൂട്ടബിലിറ്റി എവിടേക്കാണ് എന്നുള്ളതും അത് അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രോസസ് ലേ ഔട്ടും പ്രോസസ് ലേ ഔട്ടിന്റെ ഒരു ജനറൽ കോൺഫിഗറേഷൻ, then അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്യൂട്ടബിലിറ്റി, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്ത് പറയാനുള്ള 2 ടൈപ്പ് ഓഫ് ലേ ഔട്ട്സ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ലേ ഔട്ടും പ്രോസസ് ലേ ഔട്ടും പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ഫിക്സഡ് പൊസിഷൻ ഓർ ലൊക്കേഷൻ ലേ ഔട്ട് ആണ്. ഫിക്സഡ് പൊസിഷൻ ഓർ ലൊക്കേഷൻ ലേ ഔട്ട് എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഡെഫിനിഷൻ. ഫിക്സഡ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നമ്മളിപ്പോ കഴിഞ്ഞ പ്രൊഡക്റ്റ് ലേ ഔട്ട് ആണെങ്കിലും പ്രോസസ് ലേ ഔട്ട് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കേണ്ടുന്ന പ്രൊഡക്റ്റ്, അല്ലെ, നമുക്ക് റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ടുപോയി ആ റോ മെറ്റീരിയൽസിനെ ഫസ്റ്റ് മെഷീൻ, സെക്കൻഡ് മെഷീൻ, അതിന്റെ ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ കണക്കായിട്ട് പെർഫോം ചെയ്ത് പോകുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ് ലേ ഔട്ടിനകത്ത് ഉണ്ടായിരുന്നത്. പ്രോസസ് ലേ ഔട്ട് ആണെങ്കിൽ സെയിം ഓപ്പറേഷൻസ്, ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, മില്ലിംഗ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രോസസ്സിന്റെ ബേസിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആക്കി നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ബട്ട് ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും, അതായത് മെഷീൻസും റോ മെറ്റീരിയൽസും എല്ലാം ഒരു ഫിക്സഡ് സ്ഥലത്ത് പോയി അവിടെ വെച്ച് ഉണ്ടാക്കുന്നത്. അതായത് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസ്, അതായത് കല്ല്, പൂഴി, സിമെന്റ്, ഇതൊക്കെ എടുത്തിട്ട് അതേപോലെ ഇതിന് വേണ്ടുന്ന മെഷീനറീസ് ഒക്കെ ഉണ്ടാവും. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നിടക്ക് വേണ്ടുന്ന കോൺക്രീറ്റ് മിക്സിംഗ് മെഷീന്, അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ടാവും. അതേപോലെ ലേബേഴ്സ്, ഇവരൊക്കെ ഈ ബിൽഡിംഗ് എവിടെയാണോ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അവിടത്തേക്ക് പോവുകയാണ്, അല്ലെ? ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ നമ്മുടെ എല്ലാ സൗകര്യങ്ങളെയും എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. അങ്ങനെ ഫിക്സഡ് പൊസിഷൻ ലേ ഔട്ട്. നേരെ മറിച്ച് നമ്മള് മറ്റ് ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, പ്രൊഡക്റ്റിന്റെയും പ്രോസസ് ലേ ഔട്ടിന്റെ ഒക്കെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ഫിക്സഡ് പൊസിഷൻ ലേ ഔട്ടിൽ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് പോയി ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ ഫിക്സഡ് പൊസിഷൻ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് മാത്രമേ അതിന്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ബിൽഡിങ്, ഞാൻ എവിടെയാണോ ബിൽഡിങ് സൈറ്റ് ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത് ആ സൈറ്റിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അതിന്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഷിപ്പ് ബിൽഡിങ്. ഷിപ്പില്ലേ, നമ്മള് കപ്പൽ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. അതിന് ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട്. ആ സ്പെസിഫിക് ഏരിയയിലേക്ക്, ഷിപ്പ് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് അതിനാവശ്യമായ റോ മെറ്റീരിയൽസും അതിനാവശ്യമായ മെഷീനറീസും എക്യുപ്മെന്റ്സും ലേബേഴ്സും എല്ലാവരും അവിടെ പോയി അവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു പൊസിഷൻ, ഫിക്സഡ് പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൊക്കേഷൻ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഫിക്സഡ് ലൊക്കേഷനിലാണ് വർക്കിംഗ് നടക്കുന്നത്. ആ രീതിയിലുള്ള ലേ ഔട്ട് ടൈപ്പിനെയാണ് ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ സീക്വൻസ് ഓഫ് ഓർഡറിൽ മെഷീൻ ബൈ മെഷീൻ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യും, അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ലേ ഔട്ട് ഫിക്സിംഗ് ആണ് പ്രൊഡക്റ്റ് ലേ ഔട്ട്. അതായത് എല്ലാ മെഷീൻസും നമ്മുടെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യുന്നു. നേരെ മറിച്ച് പ്രോസസ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ സിമിലർ ജോബ് ചെയ്യുന്ന മെഷീൻസിനെയൊക്കെ ഒരു സ്ഥലത്ത്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ലൊക്കേഷൻ ലേ ഔട്ട് ചെയ്യുന്നു, അല്ലെ പ്ലാന്റ് ലേ ഔട്ട് ചെയ്യുന്നു. അതേപോലെ അടുത്ത സിമിലർ ഓപ്പറേഷൻ ഉള്ള മെഷീൻസ് ഒക്കെ കൂടി ഒരു ഏരിയയിൽ വെച്ച് അതിന് ആ ഡിപ്പാർട്ട്മെന്റ്, മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റ് ലെയ്ത്തിന്റെ ആണെങ്കിൽ ലെയ്ത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് സിമിലർ ഓപ്പറേഷൻ ചെയ്യുന്ന മെഷീനറീസിനെയൊക്കെ
ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് പ്രോസസ് ലേഔട്ട്. ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും, അതായത് ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സ്, ലേബേഴ്സ്, റോ മെറ്റീരിയൽസ്, എല്ലാ സൗകര്യങ്ങളും ഒരു ഫിക്സഡ് പൊസിഷനിലേക്ക് നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് ആ പൊസിഷനിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷനിലാണ് നമ്മൾ മാനുഫാക്ചറിങ് നടത്തുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഷിപ്പ് ബിൽഡിങ്, ഷിപ്പിന്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മളെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനൊരു സ്ഥലം വാങ്ങി, ആ സ്ഥലത്താണ് എനിക്ക് എന്തുണ്ടാകേണ്ടത്, അതൊരു ഫിക്സഡ് ലൊക്കേഷൻ ആണ്, ഞാൻ വാങ്ങിച്ച സ്ഥലം, അവിടെയാണ് എനിക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടത്തേക്ക് എല്ലാ സൗകര്യങ്ങളും, എല്ലാ മെഷീനറീസും, എല്ലാ റോ മെറ്റീരിയൽസും, എല്ലാ ടൈപ്പ് ലേബേഴ്സും അവിടെ പോയിട്ട് പണിയെടുത്തിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ലേഔട്ട്. ദെൻ അടുത്തത് കമ്പൈൻഡ് ഓർ ഗ്രൂപ്പ് ലേഔട്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മൂന്ന് ലേഔട്ട്സ് ഉണ്ട്. ആദ്യം പറഞ്ഞ ABC, പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട്, പ്രോസസ് ഓർ ഫങ്ഷണൽ ലേഔട്ട്, ഫിക്സഡ് പൊസിഷൻ ഓർ ലൊക്കേഷൻ ലേഔട്ട്. ഇതിന്റെ കോമ്പിനേഷനെയാണ് കമ്പൈൻഡ് ഓർ ഗ്രൂപ്പ് ലേഔട്ട് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിപ്പോ ഒരു കൺസെപ്റ്റ് പറയാം. എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, എന്തോ ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പേര് വിളിക്കാം നമുക്ക്, എക്സ്. ആ പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു 5 ഓപ്പറേഷൻസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ 5 ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ 5 ഓപ്പറേഷനും 5 ഡിഫറെന്റ് മെഷീൻസ് ആണ് വേണ്ടതെന്ന് കൂട്ടിക്കോ. അപ്പൊ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ വെച്ച്, എൻ്റെ കയ്യിലുള്ള ഒരു മുതലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്തുള്ള 3 മെഷീൻസ് വാങ്ങാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ആദ്യത്തെ 3 ഓപ്പറേഷനുള്ള മെഷീൻസ് വാങ്ങാൻ പറ്റും. 4-മത്തും 5-മത്തതും ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന മെഷീൻസ് വാങ്ങാനുള്ള ക്യാഷ് എൻ്റെ ഇല്ല എന്ന് കൂട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആദ്യത്തെ 3 ഓപ്പറേഷൻ എൻ്റെ കയ്യിലുള്ള മെഷീൻസ് വെച്ചിട്ട് 1 by 1 ആയിട്ട് ആദ്യത്തെ മെഷീൻ, അവിടുത്തെ വർക്ക് ചെയ്ത സെക്കൻഡ് മെഷീൻ, അടുത്ത കഴിഞ്ഞ തേർഡ് മെഷീൻ, ആ ഒരു ലൈൻ ലേഔട്ട്, ഫസ്റ്റ് പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് പറയുന്ന ലേഔട്ട് പ്രകാരം ചെയ്യും. ഇനി 4-മത്തെയും 5-മത്തെയും ഓപ്പറേഷൻ ചെയ്യാൻ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസ് ആണ് വേണ്ടത്. അപ്പൊ അത് എൻ്റെ കയ്യിലില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതുള്ള സ്ഥലത്ത് ഞാൻ ഈ 3-മത്തെ മെഷീനിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന സാധനം ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഈ മെഷീൻ, 4-മത്തെ മെഷീൻ, കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻ ഉള്ള ഡിപ്പാർട്ട്മെന്റ് എവിടെയാണോ അവിടെ പോയി വർക്ക് ചെയ്യും അല്ലെ. നമ്മളിപ്പോ ബൈക്കിന്റെ ഒക്കെ എഞ്ചിൻ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, എഞ്ചിൻ പണി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓയിൽ ചേഞ്ച്, മറ്റു കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്യും. പിന്നെ അവർ ചിലപ്പോൾ പറയും ലെയ്ത്തിൽ പണിയെടുക്കാനുണ്ട്, അപ്പം ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം പിടിക്കുമെന്നൊക്കെ പറയും. അപ്പം ഈ ലെയ്ത്തിൽ പണിയെടുക്കുക എന്ന് പറയുന്ന ലെയ്ത്ത് സിസ്റ്റം അവരുടെ കയ്യിൽ ഇല്ലാതപ്പം അവരെന്ത് ചെയ്യുന്നു, ടൗൺ ഏരിയയിൽ ലെയ്ത്ത് മെഷീനുള്ള വർക്ക്ഷോപ്പുകളിൽ പോകുന്നു. അപ്പോൾ ലെയ്ത്ത് ഡിപ്പാർട്ട്മെന്റിൽ അവരതിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആദ്യത്തെ 3-4 പ്രോസസ്സ് നമ്മൾ പ്രൊഡക്റ്റ് ലേഔട്ട് കീപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതിലെ കൂടെ ഫോളോ ചെയ്തു. പിന്നെ ഉള്ളത് പ്രോസസ് ലേഔട്ടിലേക്ക് ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കെ ഫിക്സഡ് ലേഔട്ട് ആണെങ്കിൽ, ഇപ്പൊ നമ്മള് ബിൽഡിങ്ങിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ബിൽഡിങ്ങിനകത്ത് നമുക്ക് കുറേ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഡോർ എന്ന് പറയുന്ന മരത്തിന്റെ ഡോർ ആണെങ്കിൽ, പിന്നെ നമ്മൾ ഒരു കാർപ്പൻട്രി വർക്ക് ആകുമ്പോൾ ഒരു ആശാരി ഏൽപ്പിക്കും അല്ലെ. ഇപ്പൊ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുള്ളിക്കാരന് മരത്തടികൾ കൊടുക്കും. അപ്പൊ പുള്ളിക്കാരൻ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് മെഷീൻസിലൊക്കെ ഇട്ട് മോൾഡ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അയാളുടെ ഷോപ്പിൽ വെച്ച് ഡോറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. ഇപ്പൊ ഡോർ അയാൾ ഷോപ്പിൽ നിന്ന് തന്നെ ഡോർ ഉണ്ടാക്കി. അവിടെ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ലേഔട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു, സെക്കൻഡ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്ത് ഡോർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ബട്ട് നമുക്ക് ഈ ഡോർ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, എൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിലാണ്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ 3-മത്തെ ലേഔട്ടിലാണ് വരിക, അതായത് ഫിക്സഡ് പൊസിഷൻ ലേഔട്ടിലാണ് വരിക. അപ്പോൾ ഈ ഡോർ കൺസ്ട്രക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ലേഔട്ട് പ്രകാരം കൺസ്ട്രക്ട് ചെയ്ത ഡോറിനെ നമ്മൾ എടുത്തിട്ട് എവിടെ വരുന്നു, ഈ ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ എൻ്റെ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ അവിടെ അതിന്റെ അസംബ്ലിങ് നടത്തുന്നു. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് ലേഔട്ട് പ്ലസ് ഫിക്സഡ് പൊസിഷൻ ലേഔട്ടും കൂടിയായി. അങ്ങനെ ഈ ഒരു 1-2 അല്ലെങ്കിൽ 2-ലധികമോ കോമ്പിനേഷൻ ലേഔട്ടുകളുടെ കോമ്പിനേഷനെയാണ് ഗ്രൂപ്പ് ലേഔട്ട് അല്ലെങ്കിൽ കമ്പൈൻഡ് ലേഔട്ട് എന്ന് പറയുന്നത്. സോ ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വിത്ത് എക്സാമ്പിൾസ് ആണ് ചോദിക്കാറ്. പ്രൊഡക്റ്റ് ലൈൻ ലേഔട്ടിന്റെയും പ്രോസസ് ലൈൻ ലേഔട്ടിന്റെയും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട്, പ്രോസസ് ഓർ ഫങ്ഷണൽ ലേഔട്ട്, ഫിക്സഡ് പൊസിഷൻ ഓർ ലൊക്കേഷൻ ലേഔട്ട്, ഇതൊക്കെ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ഏരിയ ആണിത്.
ഓക്കെ. ദെൻ നമ്മൾ ഈ മൊഡ്യൂള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ മൊഡ്യൂള്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 5th ലൈന് തൊട്ട് താഴോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രൊഡക്റ്റ്, പ്രോസസ്സ് ആൻഡ് കോമ്പിനേഷൻ ലേഔട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ മൊഡ്യൂളിന്റെ ഫസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്, അതായത് ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ്, ഓഫീസ്, സ്റ്റോറേജ് ഏരിയ എറ്റ്സെട്ര ഓൺ കൺസിഡറേഷൻ ഓഫ് ഫെസിലിറ്റീസ് ഓഫ് വർക്കിംഗ് പീപ്പിൾ, സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇൻ ജനറൽ ആൻഡ് ജനറൽ എക്യുപ്മെന്റ് ഫോർ എമ്യൂണിറ്റീസ് ഓഫ് വർക്കിംഗ് പീപ്പിൾ. അതായത് നമ്മളിപ്പോ പറഞ്ഞത് എന്താണ് ലേഔട്ട് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ലേഔട്ട് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേഔട്ട് പറഞ്ഞു അല്ലെ. പ്രൊഡക്റ്റ് ലേഔട്ടും പ്രോസസ് ലേഔട്ടും അതേപോലെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ലേഔട്ട്, നാലാമത്തത് കോമ്പിനേഷൻ ലേഔട്ടും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഫേം ആണ് എൻ്റെ കമ്പനി. അപ്പൊ ആ കമ്പനിക്കകത്ത് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. അതായത് ഓഫീസ് വേണം, ആ കമ്പനിക്കകത്ത് സ്റ്റോറേജ് റൂം വേണം, ആ കമ്പനിക്കകത്ത് വർക്കിംഗ് പീപ്പിളിനുള്ള റെസ്റ്റ് റൂം വേണം, അങ്ങനെ പല കാര്യങ്ങളും വേണം അല്ലെ. അപ്പൊ ഇൻ ജനറൽ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ ലേ ഔട്ട്, അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ജനറൽ കുറച്ച് ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഇനി ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ്. ഒരു ഫാക്ടറിയുടെ, ഒരു നല്ല ഫാക്ടറി, ഇപ്പൊ എനിക്കൊരു ഫാക്ടറി തുടങ്ങണം, എനിക്കൊരു മാനുഫാക്ചറിങ് കമ്പനി, ഒരു മാനുഫാക്ചറിങ് ഫേം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് ലേ ഔട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ലേ ഔട്ട്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഫെസിലിറ്റീസിനെയും, നമ്മുടെ കയ്യിലുള്ള ലേബേഴ്സ്, നമ്മുടെ കയ്യിലുള്ള മെഷീനറീസ്, നമ്മുടെ കയ്യിലുള്ള അതർ എക്യുപ്മെന്റ്സ്, ആക്സസറീസ്, ഇതിനെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന രൂപത്തിൽ, നഷ്ടമില്ലാത്ത രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനെയാണ് ലേ ഔട്ട് എന്ന് പറയാം അല്ലെ. ലേ ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അറേഞ്ച്മെന്റ് ആണ്. സോ ഒരു നല്ല ഫാക്ടറിയുടെ അറേഞ്ച്മെന്റ്സ്, അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ, അവിടെയുള്ള മെഷീനറീസിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ഓഫ് ലേ ഔട്ട് ഓഫ് ഫാക്ടറി. ഒരു നല്ല ഫാക്ടറിയുടെ ലേ ഔട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഒരു ലേ ഔട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് വരച്ച് എഴുതേണ്ടുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഒരു സിമ്പിൾ ഫാക്ടറിയുടെ ഒരു ലേ ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രത്യേകത, എവിടെയാണ് കൂടുതൽ സ്പേസ് നമ്മൾ കൊടുക്കേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് സ്പേസ് കൂടുതൽ വേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് സ്പേസ് കുറവ് വേണ്ടത്, അതേപോലെ എന്തൊക്കെയാണ് മറ്റ് അസോസിയേറ്റഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെ വേണം, തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതൊരു മാനുഫാക്ചറിങ് ഫേം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു മാനുഫാക്ചറിങ് ഫേമിന്റെ ലേ ഔട്ട് ഡിസൈൻ ആണ്. അപ്പൊ ഈ ലേ ഔട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം? നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് ഇവിടെ മൗസ് പോയിന്റർ കാണുന്നുണ്ടാവും. ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉണ്ട്. ഇതൊരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ഏരിയ ആണ് അല്ലെ. ഷിപ്പിംഗ്, റിസീവിംഗ് എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് എക്സിറ്റ് ഏരിയ ഉണ്ട്. ദെൻ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂം ഇവിടെ കാണാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് റോ മെറ്റീരിയൽസിന്റെ ഒരു സ്റ്റോറേജ് റൂം കാണാം. പാർക്കിംഗ് ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ട്. ദെൻ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു വലിയ സ്ഥലം പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ, വലിയൊരു റെക്ടാങ്കിള്. അപ്പൊ അവിടെ ലാസ്റ്റ് ഈ പ്രൊഡക്ഷൻ ഏരിയന്റെ ആദ്യം പാർട്സ് പ്രോസസ്സിംഗ്, പാർട്സ് ഫിനിഷിംഗ്, പിന്നെ ഇവിടെ അസംബ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. ദെൻ അതിന്റെ ഇപ്പുറത്തായിട്ട് പാത്ത് വേ എന്ന് പറഞ്ഞിട്ട് കുറെ ടേബിൾ കാണിച്ചിട്ടുണ്ട് അല്ലെ, കുറെ ടേബിൾസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു മെഡിക്കൽ റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എംപ്ലോയീസിനുള്ള ഒരു ലോക്കർ റൂം ഉണ്ട്, ലോക്കർ ഫോർ എംപ്ലോയീസ്. ഇത്രയാണ് ഒരു ജനറൽ ഫാക്ടറി, ഒരു മാനുഫാക്ചറിങ് ഫേമിനകത്തുള്ള ഫാക്ടറിക്കകത്ത് വരുന്ന കണ്ടന്റ്സ്. ഇത് തന്നെ വരക്കണമെന്നൊന്നുമില്ല, പക്ഷെ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. ഫിഗർ ഷോസ് എ ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് എ ഫാക്ടറി. ദ ഫാക്ടറീസ് 60% ഓഫ് ഏരിയ ഈസ് കവേർഡ് ബൈ ദി പ്രൊഡക്ഷൻ ആൻഡ് അസംബ്ലി യൂണിറ്റ്. ഇത് മൊത്തം ഏരിയയുടെ, നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു 10 സെന്റ് സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്താണ് എനിക്ക് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ 60% ഏരിയ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം? നമ്മൾ എന്ത് ഫേം ആണോ ആ ഫേമിന്റെ ആ ഒരു, ഇപ്പൊ പ്രൊഡക്ഷൻ ഫേം ആണെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഏരിയ ആണ് അല്ലെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ
The factory 60% area is covered by the production and assembling unit. ഇതാ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം. ഈ ഫിഗറിൽ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഇത് ഈ വലിയ റെക്ടാങ്കിൾ ആണ് അല്ലെ. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഏരിയ ആൻഡ് അസംബ്ലി യൂണിറ്റ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അവിടുത്തെ 60% ഏരിയ നമ്മൾ ആർക്ക് വേണ്ടി മാറ്റി വെക്കണം? പ്രൊഡക്ഷൻ ഏരിയക്കും അസംബ്ലി ഏരിയക്കും വേണ്ടി മാറ്റി വെക്കണം. ദെൻ അടുത്തൊരു കൺസ്ട്രെയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ, whereas the 20% of area is covered by storage unit. നമുക്ക് നോക്കാം നമ്മുടെ കയ്യിലുള്ള ഫിഗറിൽ പിന്നെ ഉള്ളത് 60% ഇവിടെ പോയി. ഇനി ബാക്കിയുള്ള 40%-ൽ 20% സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോറേജ് റൂമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. സ്റ്റോറേജ് റൂം പ്രൊഡക്ഷൻ ഏരിയ ആകുമ്പോൾ, പ്രൊഡക്ഷൻ ഫേം ആകുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലുള്ള സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് പ്രശ്നം വരും? അവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനുള്ള പ്രശ്നം, ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ള കോസ്റ്റിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. സോ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയുടെ നിയർ ബൈ ഏരിയയിലായിരിക്കണം ആരുണ്ടാവേണ്ടത്? സ്റ്റോറേജ് റൂം ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 60% ഏരിയ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 20% ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോറേജ് റൂമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പൊ സ്റ്റോറേജ് റൂമിൽ 2 രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ടാവുക. റോ മെറ്റീരിയൽസ് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ അല്ലേ. അപ്പൊ ഈ 2 രീതിയിലുള്ള സ്റ്റോറേജ് റൂം അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയ 20%. ദെൻ റിമൈനിങ് 20% ഈസ് കവേർഡ് ബൈ ദി എംപ്ലോയി അമ്യൂണിറ്റീസ്. എംപ്ലോയി അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ എംപ്ലോയീസ്, അവിടുത്തെ വർക്കേഴ്സിനുള്ള അല്ലെ, അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസിന് വേണ്ടിയായിരിക്കണം ബാക്കിയുള്ള 20%. അപ്പൊ നമുക്ക് നോക്കാം ബാക്കിയുള്ള 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വന്നു? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, അത് വന്നു. അതിന്റെ കൂടെ നമ്മളിതാ ഇവിടെ എംപ്ലോയീസിന് ലോക്കർ റൂം ഉണ്ട്, എംപ്ലോയീസിന് മെഡിക്കൽ റൂം ഉണ്ട്, എംപ്ലോയീസിന് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഡൈനിങ് റൂംസ് ഉണ്ട്. ഇങ്ങനെയുള്ള എംപ്ലോയീസ് എമ്യൂണിറ്റീസിന് വേണ്ടിയായിരിക്കണം മറ്റുള്ള ബാക്കി സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10 സെന്റ് സ്ഥലം തന്നു കഴിഞ്ഞാൽ, അല്ലെ ഒരു 10 സെന്റ് സ്ഥലത്തിൽ ഉള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ ഫാക്ടറി എങ്കിൽ, ആ ഫാക്ടറിക്കകത്ത് നമ്മൾ പ്ലേസ്മെന്റ് നടത്തുമ്പോൾ 60% ഏരിയ ഫോർ പ്രൊഡക്ഷൻ യൂണിറ്റ്, 20% ഈസ് ഫോർ സ്റ്റോറേജ് യൂണിറ്റ്, ദെൻ ബാക്കി 20% എന്തായിരിക്കണം? ഓഫീസ് പ്ലസ് എംപ്ലോയീസ് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയീസിനുള്ള മറ്റ് സൗകര്യങ്ങൾ അടങ്ങുന്നതായിരിക്കണം ബാക്കി 20%. ദെൻ ഈ പ്ലേസ്മെന്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ റോ മെറ്റീരിയൽസ്, അതേപോലെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. നമുക്കിപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കണം, അതേപോലെ റോ മെറ്റീരിയൽസ് വന്ന നമ്മുടെ ഫേമിലേക്ക് എത്തിക്കണം. അപ്പോൾ സ്റ്റോറേജ് റൂം എപ്പോഴും ഉണ്ടാവേണ്ടത്. അതേപോലെ ഓഫീസ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഏത് ഫേമിന്റെ ആണെങ്കിലും ഓഫീസ് റൂംസ് ഒക്കെ നമ്മളൊരു എൻട്രൻസ് ഏരിയയിൽ തന്നെയാണ് കീപ്പ് ചെയ്യുക അല്ലെ. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എൻട്രൻസ് ഏരിയയിലാണ് ഉണ്ടാവുക. ദെൻ പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ് എന്ന് പറയാം. സോ ദീസ് കോൺഫിഗറേഷൻ മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ഫാക്ടറി. Since figure shows for a manufacturing plant, the maximum space is allotted for production line. അപ്പൊ നമ്മളൊരു ജനറൽ ഫാക്ടറിയുടെ കേസിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു മാനുഫാക്ചറിങ് ഫേമിന്റെ ഫാക്ടറി ലേ ഔട്ട് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ടൈപ്പ് ഓഫ് ഫാക്ടറിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇപ്പം കണ്ട ഫിഗർ ഒക്കെ മാറും. ഇതിപ്പോ മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഏരിയ ഒക്കെ ഉണ്ടാവും. വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫാക്ടറി ആണെങ്കിൽ അതിനനുസരിച്ച് അതിനകത്തുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിനനുസരിച്ചിട്ട് ഇതിലെ ലേ ഔട്ട് ഡിസൈൻ ഒക്കെ മാറും. സോ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ജസ്റ്റ് ഒരു ഫാക്ടറി ലേ ഔട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെങ്കിലും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. സോ ഇതാണ് ഡിസൈൻ ഓഫ് ലേ ഔട്ട് ഓഫ് ഫാക്ടറി. ഓക്കെ, ദെൻ നിങ്ങളുടെ മൊഡ്യൂളിനകത്ത് പിന്നെ പറയുന്നത്, ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഡിസൈൻ ഓഫ് ലേ ഔട്ട് ഓഫ് ഫാക്ടറീസ് ആണ്. ഡിസൈൻ ഓഫ് ലേ ഔട്ട് ഓഫ് ഫാക്ടറീസ്. ദെൻ അടുത്തായിട്ട് പറയുന്നത് ഒരു ഫാക്ടറിക്കകത്തുള്ള ഓഫീസ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ഫാക്ടറി ലേ ഔട്ടിനകത്ത് എൻട്രൻസ് ഏരിയയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉണ്ടായിരുന്നു അല്ലെ.
അപ്പൊ ഈ ഓഫീസിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം? ഓഫീസിനുള്ളിൽ തന്നെയുള്ള പ്ലേസ്മെന്റുകൾ ഉണ്ടാവുമല്ലോ. ഓഫീസിനുള്ളിൽ ഒരു ചീഫ് ഉണ്ടാവും, അതേപോലെ അവരെ കുറെ സബോർഡിനേറ്റ്സ് ഉണ്ടാവും, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഇവരുടെയൊക്കെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം? നമ്മളിപ്പോൾ കോളേജിൽ തന്നെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം കയറി ചെല്ലുമ്പോൾ അക്കൗണ്ട് സെക്ഷൻ ആണുള്ളത് അല്ലെ. അക്കൗണ്ട് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഏറ്റവും അങ്ങ് എൻഡിലായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ AO എന്ന് പറയുന്ന സാർ ഇരിക്കുന്നത്. അപ്പം എയുടെ റൂം വരുന്നത് ഏറ്റവും ലാസ്റ്റിലാണ്. നേരെ മറിച്ച് എയുടെ റൂം ഫസ്റ്റിലും ഈ അക്കൗണ്ട് സെക്ഷനൊക്കെ ലാസ്റ്റിലേക്കും ആണെങ്കിൽ അവിടെ ഒരു മെറ്റീരിയൽ ഫ്ലോ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫയലൊക്കെ ഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫയലിന്റെ ഒക്കെ ഒരു പാത്ത് ഉണ്ട്, അതിലൊക്കെ ഒബ്സ്ട്രക്ഷൻ വരും. അപ്പോൾ ഒരു ഓഫീസിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യേണ്ടത്, അതാണ് ഇനി നമ്മൾ പറയേണ്ടത്. അതിനു മുമ്പായിട്ട് ഒരു ഫാക്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ആ ഓഫീസിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഒരു ഫാക്ടറി ലേഔട്ടിനെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഓഫ് ഫാക്ടറി ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ എക്സാമിന് ആ ഫാക്ടേഴ്സിനെ പറ്റിയും ചോദിച്ചേക്കാം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഈ ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസിനെ പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിരുന്നു. essay ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫിഗർ ഒക്കെ വരച്ച് അതിനകത്തുള്ള 60% പ്രൊഡക്ഷൻ യൂണിറ്റ്, 20% സ്റ്റോറേജ്, 20% എംപ്ലോയീസ് ഇമ്മ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ദെൻ ഈ ഒരു ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് പറയാം. സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് ഹാസ് ടു ബി കൺസിഡർഡ് ഫോർ ഗുഡ് ഫാക്ടറി ഡിസൈൻസ് ആർ എക്സ്പ്ലെയിൻ ഹിയർ. അപ്പോൾ ഒരു ഫാക്ടറി ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. ദ ടൈപ്പ് ഓഫ് ഫാക്ടറി ടു ബി കൺസ്ട്രക്റ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ടു ബി മാനുഫാക്ചർഡ്. നമുക്ക് എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കേണ്ടത്, അല്ലെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഫാക്ടറി ലേ ഔട്ട് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കേണ്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫാക്ടറി ലേ ഔട്ട് ഡിസൈൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ. ദ പ്രൊഡക്ഷൻ പ്രോസസ് ഡിറ്റർമൈൻസ് ദി എക്യുപ്മെന്റ്, മെഷീനറി ആൻഡ് പ്ലാൻ ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ പ്ലാൻ ലേ ഔട്ട്. അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മളെ സ്റ്റെപ്പുകൾ ഉണ്ടാവല്ലോ, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പ്രോസസ്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനനുസരിച്ചായിരിക്കണം നമ്മളെ മെഷീനറീസും എക്യുപ്മെന്റ്സും പിന്നെ മറ്റു ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ആ ലേ ഔട്ടിനകത്ത് ഫിക്സ് ചെയ്യേണ്ടത്. ഫോർ ആൻ എഫക്റ്റീവ് ഫാക്ടറി ലേ ഔട്ട് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഹാവ് ടു ബി കൺസിഡേർഡ്. First one, product design, product specification, quantity, rate of production and varieties. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിരിക്കണം നമ്മളുടെ പ്ലാന്റ് ലേ ഔട്ട്. അപ്പൊ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ. ഞാൻ പറഞ്ഞു നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിരിക്കണം നമ്മുടെ ലേ ഔട്ട് ഡിസൈനിങ്. സോ ആദ്യം പറയുന്നു പ്രൊഡക്റ്റിൽ തന്നെ നമ്മുടെ ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ പ്രൊഡക്റ്റ് ഡിസൈൻ. അതിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ക്വാണ്ടിറ്റി എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയും, അതേപോലെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ നടത്തുന്നതിന്റെ സ്പീഡൊക്കെ നമ്മുടെ ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഒരു ഗുഡ് ഫാക്ടറി ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് പ്രൊഡക്റ്റ്. അപ്പൊ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിരിക്കണം നമ്മുടെ ഫാക്ടറി ലേ ഔട്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അതിനകത്ത് തന്നെ പ്രൊഡക്റ്റിന്റെ ഡിസൈനും പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ, പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെയും നമ്മുടെ ഫാക്ടറി ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്ത് വഴിയിലൂടെയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. സോ പ്രൊഡക്റ്റ് മെത്തേഡ്സ് ആർ ഹാർട്ട് ഓഫ് ഫിസിക്കൽ ഫാക്ടറി. Method of production determines the machinery and equipment, and this determines the entire factory. The production method depends on number of aspects, like one production may depend on number of operations, some may depend on number of machineries, or other production may be depend on one machine. അതായത് നമ്മളിപ്പോൾ ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് കിട്ടി, ഞാനൊരു ബിൽഡിംഗ് വില കൊടുത്ത് വാങ്ങി. ഇനി എൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്ക് ഐഡിയ ഉണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന, ഒരു സ്ലിപ്പർ ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറും ആ പ്രൊഡക്റ്റ് ഒക്കെ എൻ്റെ ലേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വാങ്ങിച്ച ആ ഒരു റൂം ഉണ്ടല്ലോ, ഫാക്ടറി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ച റൂം ഒരു തരത്തിലും നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട് മാച്ച് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുയോജ്യമായ സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഫാക്ടറി ലേ ഔട്ട് അവിടുന്ന് മാറ്റും, എന്നിട്ട് സൗകര്യപ്പെടുന്ന സ്ഥലം പിന്നെയും സെർച്ച് ചെയ്യും.
അങ്ങനെ സെർച്ച് ചെയ്ത് എനിക്കൊരു സൗകര്യപ്പെടുന്ന ഒരു റൂം കിട്ടിക്കഴിഞ്ഞാൽ സ്പേസ് ഒക്കെ ഉള്ള അവൈലബിൾ സ്പേസും എൻ്റെ റിക്വയർഡ് സ്പേസ് ഒക്കെ തമ്മിൽ മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഞാൻ ആ റൂം അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് സെലക്ട് ചെയ്യും. അങ്ങനെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഞാനൊരു ബിൽഡിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്തൊക്കെ മെഷീനറീസ് വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, ആ പ്രൊഡക്ഷൻ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ കൺവെൻഷണൽ മെത്തേഡ്സ് ആണെങ്കിൽ പല രീതിയിൽ മാനുവൽ ഓപ്പറേഷനിലൂടെയൊക്കെ പണ്ട് കാലങ്ങളിൽ കട്ട് ചെയ്തും അല്ലെ റബ്ബർ പീസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ ചെരുപ്പുണ്ടാക്കും. പക്ഷെ ഇപ്പൊക്കെ മെഷീനറീസ് ആണ് അല്ലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെരുപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന മെഷീനറീസും അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഈ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ആ മെഷീനറീസിനെയും ആ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറി ആയിരിക്കണം അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിരിക്കണം ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ആ ലേ ഔട്ട് ഓഫ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ആ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനറീസും എക്യുപ്മെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചാണ് നമ്മുടെ ഫാക്ടറിയിലെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അല്ലെ. അപ്പോൾ നമ്മള് പിന്നെ വൺ പ്രൊഡക്ഷൻ മേ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫാക്ടറിക്കകത്ത് തന്നെ ഒരു മെഷീനറിയിലെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത മെഷീനറീസിൽ അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതായത് ഒരു സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ 1 by 1 ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണെങ്കിൽ ഇതിലുള്ള ഓരോ മെഷീനറീസും എന്താണ് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനകത്ത് കഴിഞ്ഞാൽ ഒന്നിന്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ അടുത്തയാൾ വർക്ക് എടുക്കുകയുള്ളൂ. ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്. സോ എന്തൊക്കെ ടൈപ്പ് ഓപ്പറേഷൻസ് എന്തൊക്കെ മെത്തേഡുകൾ ഉണ്ടോ ആ മെത്തേഡുകളൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഫാക്ടറി ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ ഫാക്ടറാണ് മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സ്. It is impossible to make a layout without the complete information about the machineries and the equipment to be used. For proper arrangement of the machinery and good layout, we must know the number of machines exactly. The number of machines of a given type will determine not only their location in relation to each other, but also their relationship for those equipments used in preceding and following operations. ഇനി അടുത്തത് ലേഔട്ട് ഡിസൈനിൽ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഫാക്ടറാണ് മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പൊ നമുക്ക് കൃത്യം ഐഡിയ ഉണ്ടായിരിക്കണം എന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ മെഷീൻസ് വേണം, എത്ര എണ്ണം വേണം, അതേപോലെ എന്തൊക്കെ ആക്സസറീസ് മറ്റ് സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സ് എന്തൊക്കെ വേണം, അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസിലേക്ക് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറുന്നത് വരെ ഉപയോഗിക്കേണ്ടുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആക്സസറീസ് ഇത് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ ഐഡിയ ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ഗുഡ് ലേ ഔട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ ഞാനൊരു ബിൽഡിംഗ് ഒക്കെ എടുത്തു, പക്ഷെ എനിക്ക് ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര മെഷീൻസ് വേണം, എന്തൊക്കെ മെഷീൻസ് വേണം എന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ സുമാർ ഇത്ര ഏരിയ ഒരു ക്യൂബിക് സ്പേസിൽ ഞാനൊരു ബിൽഡിംഗ് അങ്ങ് ഉണ്ടാക്കുന്നു. പക്ഷെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞാൻ എത്ര മെഷീൻസ് വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ബോധേഡാകുന്നത്. അപ്പൊ ഒരു 10-12 മെഷീൻ വേണം. ഈ മെഷീന് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം എങ്കിൽ എന്റെ ലേഔട്ട് എന്ന് പറയുന്ന ഫാക്ടറി ലേഔട്ട് എന്ന് പറയുന്നത് ഫെയിൽ ആയി. സോ മെഷീൻസിനെയും എക്യുപ്മെന്റ്സിനെയും പറ്റി കൃത്യം ധാരണ വേണം. ഏതൊക്കെ മെഷീൻസ്, ആ ഓരോ മെഷീനും എത്ര സ്പേസ് വേണം, ആ മെഷീനിൽ കൃത്യമായ ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ എത്ര ഫ്രീ സ്പേസ് വേണം, എത്ര നമ്പേഴ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ ലേഔട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സ്. നാലാമത്തെ ഫാക്ടറാണ് മെറ്റീരിയൽസ്. നമ്മളെ ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാക്ടറി ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ മെറ്റീരിയൽ. മെറ്റീരിയൽ ഹാസ് certain characteristics that may affect layout. The important properties that will influence our size, shape and bulk, weight, conditions, special characteristics. അതായത് നമ്മൾ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മെഷീൻസിനെ പറ്റിയൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. എത്ര നമ്പർ മെഷീൻ വേണം എന്നുള്ളതിനെ പറ്റി ഐഡിയ ഉണ്ട്, അതിന് എത്ര സ്പേസ് വേണം എന്നുള്ളതിനെ പറ്റി ഐഡിയ ഉണ്ട്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയും പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ട്. പക്ഷെ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്ന എലമെന്റിനെ പറ്റി എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. ഇപ്പൊ റോ മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ നമുക്ക് വേണം. അപ്പൊ റോ മെറ്റീരിയലിന്റെ സൈസും റോ മെറ്റീരിയലിന്റെ ഷേപ്പ്, റോ മെറ്റീരിയലിന്റെ വെയിറ്റ്, റോ മെറ്റീരിയലിന്റെ ഫിസിക്കൽ കണ്ടീഷൻ, റോ മെറ്റീരിയലിന്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ നമ്മുടെ ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു വലിയ പീസ്, ലെങ്തി പീസുള്ള ഒരു റോ മെറ്റീരിയൽ ആണെങ്കിൽ, ലെങ്തി സൈസുള്ള റോ മെറ്റീരിയൽ ആണെങ്കിൽ അത്രയും ഏരിയ വേണം നമുക്ക് ആ സ്റ്റോർ റൂമിന്. അല്ല, നമുക്ക് ചെറിയ ചെറിയ സ്ക്രാപ്സ് ആയിട്ട് കിട്ടുന്ന റോ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് റൂം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം അല്ലെ. സോ
നമ്മുടെ റോ മെറ്റീരിയലിന്റെ സൈസും ഷേപ്പും വെയിറ്റും കണ്ടീഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മുടെ ഫാക്ടറി ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. മെറ്റീരിയൽ ഹാസ് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് എഫക്ട് ദി ലേഔട്ട്. The important properties that will influence are size, shape, weight, conditions, special characteristics. Then a large size product will need entirely a different setup for processing as well as the movement of the product than small size product. ഒന്ന് റോ മെറ്റീരിയൽ. ഓക്കെ, റോ മെറ്റീരിയലിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി റോ മെറ്റീരിയൽ ഒക്കെ ചെറിയ സൈസുള്ള റോ മെറ്റീരിയൽസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്തി എൻ്റെ പ്രൊഡക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത്, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ സൈസും ഞാൻ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ സൈസും കൂടി വെച്ച് നോക്കുമ്പോൾ അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള റൂമും നമ്മുടെ കയ്യിലുണ്ടല്ലേ. നമ്മൾ ആ ലേഔട്ട്, ഫാക്ടറിന്റെ ലേഔട്ടിനകത്ത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വെക്കുന്ന ഒരു സ്റ്റോറേജ് റൂമും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ സൈസിനെ പറ്റിയും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഷേപ്പിനെയും വെയിറ്റിനെയും കണ്ടീഷൻസിനെ പറ്റിയൊക്കെ കൃത്യമായ ഐഡിയ ഉണ്ടായാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോർ റൂമും അതിനനുസരിച്ചുള്ള പാത്ത് വേ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫാക്ടറി ലേഔട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പ്രൊഡക്റ്റിനെ പറ്റി ഐഡിയ വേണം, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി ഐഡിയ വേണം. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സിനെ പറ്റി ഐഡിയ വേണം. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിന്റെ സൈസ്, ഷേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മൂവ്മെന്റ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെറ്റീരിയലിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ സ്റ്റോറേജ് റൂമിൽ നിന്നും ഫസ്റ്റ് മെഷീനിലേക്കുള്ള നമ്മുടെ റോ മെറ്റീരിയലിന്റെ മൂവ്മെന്റ്. അതേപോലെ ഏറ്റവും ലാസ്റ്റ് മെഷീനിൽ നിന്നും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ സ്റ്റോറേജ് റൂമിലേക്കുള്ള മൂവ്മെന്റ്. അങ്ങനെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ മൂവ്മെന്റിനെയാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്ലേസ് എ വൈറ്റൽ റോൾ. During planning, the man in charge of layout should see the flow which may be straight line towards completion without backtracking or cross flow. Unnecessary handling will result in damage of the material. The movement can be of two factors. They are movement of material and movement of man. ഇപ്പോൾ ഫാക്ടറി ലേഔട്ട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് മാൻ. അത് നമുക്കറിയാം, സ്റ്റോറേജ് റൂം സ്റ്റാർട്ടിങ് ഫ്രം റോ മെറ്റീരിയൽസ്, നമ്മൾ പുറത്തുനിന്ന് റോ മെറ്റീരിയൽസ് ലോറിയിൽ കൊണ്ടുവന്നു. ഈ റോ മെറ്റീരിയൽസിനെ സ്റ്റോറേജ് റൂമിലേക്ക് എത്തിച്ചു. ഇനി നമ്മൾ സ്റ്റോറേജ് റൂമിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ മെഷീൻസിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്പേസ് നമുക്ക് വേണം. റോ മെറ്റീരിയൽസ് നിന്ന് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഈ റോ മെറ്റീരിയൽസിനെ, സ്റ്റോറേജ് റൂമിൽ നിന്നും പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് റോ മെറ്റീരിയൽസിനെ എത്തിക്കാനുള്ള ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റീരിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്പേസ് വേണം, അതിനുള്ള ഫ്രീ സ്പേസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അതിനുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ സ്പേസ് നമ്മുടെ കയ്യിൽ വേണം. അതേപോലെ അവിടുത്തെ എംപ്ലോയീസിന് മൂവ് ചെയ്യാനുള്ള, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എംപ്ലോയീസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് വേണം. അവിടുത്തെ ഫയലും, ഇപ്പോൾ ഓഫീസ് ആണെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയലുകൾ മൂവ് ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമ്മുടെ ഫാക്ടറിക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഫാക്ടറിക്കകത്തുള്ള മൂവ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം ഫാക്ടറി ലേഔട്ട് ഡിസൈൻ ചെയ്യുന്ന ആള് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് മാൻ അല്ലെങ്കിൽ എംപ്ലോയീസ്. ഓക്കെ, ദെൻ ആറാമത്തെ ഫാക്ടർ എംപ്ലോയി ഫെസിലിറ്റീസ്. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗുഡ് ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ് എംപ്ലോയി ഫെസിലിറ്റീസ്. ഞാൻ പറഞ്ഞു, നമ്മൾ 20% ഏരിയ എംപ്ലോയീസിന്റെ അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. So today industrial standards and act demand service like medical facility, canteen, cafeteria, food service, locker rooms and lavatories as essential services. There are some factors which contribute to employee working condition are heat, light, ventilation, ന്റെ 20% അവിടെയുള്ള എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത്. അപ്പൊ എംപ്ലോയീസിന് ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യമാണ്. എംപ്ലോയീസിന് ഇവിടെ ഇപ്പൊ പറയുന്ന പോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഫസ്റ്റ് എയ്ഡ് റൂം വേണം, എംപ്ലോയീസിന് ക്യാൻറ്റീൻ വേണം, എംപ്ലോയീസിന് കഫറ്റീരിയ വേണം, അതേപോലെ ഭക്ഷണങ്ങൾ, ഫുഡ് സർവീസ്, അതിന് ഡൈനിങ് റൂം, ഡൈനിങ് ടേബിൾസ്, അതേപോലെ ഡൈനിങ് ഏരിയ, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള ഫുഡ് സർവീസ് വേണം. പിന്നെ ഇവരുടെ ഡ്രസ്സും അതുപോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലോക്കർ റൂം വേണം. പിന്നെ ഇവർക്ക് ജനറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വാഷ്റൂംസ്, ടോയ്ലറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. സോ എംപ്ലോയി ഫെസിലിറ്റീസ് എന്തൊക്കെ, എൻ്റെ കമ്പനി, ഞാനൊരു കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനിയിലെ എംപ്ലോയീസിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ളതിനെ പറ്റി കൃത്യമായി ബോധേഡായാൽ മാത്രമേ പ്ലാൻ ലേഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ സ്പേസ് അതിനകത്ത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സോ
ഇതൊക്കെ ഇപ്പോഴും എല്ലാ കമ്പനിക്കകത്തും ഉള്ള സൗകര്യങ്ങളാണ്. കാരണം ഇതൊക്കെ പല ആക്ടുകളായിട്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോരോ ഫെസിലിറ്റീസ് ആണ് എംപ്ലോയി എമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാക്ടറിക്കകത്ത് ഇന്ന റൂമുകൾ ഉണ്ടാവണം എന്നുള്ളത് ഗവൺമെന്റ് ആക്ട് ആയിട്ട് തന്നെ വന്നു കഴിഞ്ഞു. പല സൗകര്യങ്ങൾ, മെഡിക്കൽ റൂം, അതേപോലെ ഈ ലോക്കർ റൂം, അതുപോലെ കാഫറ്റീരിയ, ക്യാൻറ്റീൻ, ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ആ കമ്പനിക്ക് ലൈസൻസ് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടുന്നുള്ളൂ. സോ എംപ്ലോയി ഫെസിലിറ്റീസ് വേണം. ദെൻ അഡാപ്റ്റബിലിറ്റി ആൻഡ് വേഴ്സിറ്റൈലിറ്റി. എ പ്രോപ്പർ ഫാക്ടറി ലേഔട്ട് മസ്റ്റ് മീറ്റ് ദി emergencies and variations from the normal operation without any difficulty. If normal production is not done, then the following measures can be taken for determining an alternative route: providing standby equipment, establishing bank or buffer stock. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കമ്പനി ഒരു സക്സസ്ഫുള്ളി റണ്ണ് ചെയ്യും എന്നുള്ള ഒരു മുൻവിധി നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഫെയിലിയേഴ്സ് വരാം, നമുക്ക് എന്തെങ്കിലും ബാരിയേഴ്സ് വരാം. അങ്ങനെ ബാരിയേഴ്സ് ഒക്കെ വരുമ്പോൾ സ്മൂത്ത് ആയിട്ട് റണ്ണ് ചെയ്യാൻ പറ്റുന്ന മറ്റു വഴികൾ നമ്മുടെ കയ്യിലുണ്ടാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ ആണ് പവർ ഫെയിലിയർ. പവർ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻസിനൊക്കെ ബുദ്ധിമുട്ടാണ്. അതായത് മെഷീൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻസിലൊക്കെ പെട്ടെന്ന് പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇൻ കേസ് പവർ ഫെയിലിയർ വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ ജനറേറ്റർ സിസ്റ്റം അല്ലെങ്കിൽ ഇൻവേർട്ടർ സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ, അതിനനുസരിച്ചുള്ള റൂംസും അതിനനുസരിച്ചുള്ള സ്പേസും നമ്മൾ കാണണം. ജനറേറ്റർ റൂമിന് വേണ്ടുന്ന സ്പേസ് കാണണം. അപ്പോൾ ആ ഒരു അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ വേഴ്സ്റ്റൈലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഒരു എന്താ പറയാ ബാരിയർ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ആൾട്ടർനേറ്റീവ് വഴികൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ആ വഴികളും കൂടി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മുടെ ലേഔട്ട് എന്ന് പറയുന്നത്. ഡിറ്റർമൈനിങ് ആൻ ഓൾട്ടർനേറ്റീവ് റൂട്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ അതിനനുസരിച്ചുള്ള ലേഔട്ട് സിസ്റ്റം ആയിരിക്കണം. പ്രൊവൈഡിങ് സ്റ്റാൻഡ് ബൈ എക്യുപ്മെന്റ്സ്, എസ്റ്റാബ്ലിഷിംഗ് ബാങ്ക് ഓർ ബഫർ സ്റ്റോക്ക്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുന്നത് ഇൻവെർട്ടർ സിസ്റ്റം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം, ഒരു ഓഫീസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞത് ഫാക്ടറി ലേഔട്ടിനെ പറ്റിയാണ്. ഒരു ഗുഡ് ഫാക്ടറി ലേഔട്ടിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗുഡ് ഫാക്ടറി ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 7 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എസ്എ ക്വസ്റ്റിന് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം.